സോ ഫ്രണ്ട്സ്, വൺ പ്ലസ് അവരുടെ ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോൺ റിലീസ് ചെയ്തേക്കാണ് വൺ പ്ലസ് നോട്ട് 2. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നതും വൺ പ്ലസ് നോട്ട് 2 ആണ്. സോ എല്ലാവർക്കും ടെക് കോർണറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, നമ്മൾ അൺബോക്സിങ് കഴിഞ്ഞു വൺ പ്ലസ് നോട്ട് 2-ൻ്റെ. സോ ബിഫോർ ഫോണിലേക്കും കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഇത് പറയാനുണ്ട്. നോർമലി നമ്മുടെ കാർഡുകളും കാര്യങ്ങളൊക്കെയാണ് ഫോണിൽ വരുന്നത്, പക്ഷേ ഇതിൽ പ്രത്യേക കാർഡുകളൊക്കെ ഉണ്ട്. അതായത് ഇവരുടെ ഒരു വെൽക്കം കാർഡ് പോലെയുണ്ട്, ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു വെൽക്കം കാർഡ് ഉണ്ട്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്. പിന്നെ ഇതൊരു സാധനമാണ്, അതായത് പ്രത്യേകത എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് കാർഡ്. അതായത് നമുക്കറിയാം വൺ പ്ലസിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതാണ് റെഡ് കേബിൾ ക്ലബ്ബ്, അതായത് റെഡ് കേബിൾ ചാർജ് എന്ന് പറയുന്നത്. അത് ഈ മോഡലിലും അവർ ഈവൻതോ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ബ്ലൂ കളറൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, റെഡ് കളർ തന്നെയാണ് അവരുടെ ചാർജ്. സോ റെഡ് കേബിൾ ക്ലബ്ബിലേക്കുള്ള വെൽക്കം ചെയ്തിട്ടുള്ള ഒരു കാർഡ് ഉണ്ട്. ആ കാർഡിൻ്റെ പുറകിലെ QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് വെൽക്കം ബെനിഫിറ്റ്സ് കിട്ടുമെന്നാണ് അതിൽ എഴുതിയേക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നെ അതെ നോട്ട് 2-ൻ്റെ അല്ലെങ്കിൽ വൺ പ്ലസ് നോട്ട് 2-ൻ്റെ കുറേ സ്റ്റിക്കറുകളുണ്ട് നമുക്ക്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ബാക്ക് കേസിനെ കുറിച്ചാണ്. അതായത് നല്ലൊരു റബ്ബറൈസ് ബാക്ക് കേസാണ്, ഒരു അത്യാവശ്യം നല്ലൊരു ഡിസൈനൊക്കെ ആയിട്ടുള്ള ബാക്ക് കേസാണ്, നല്ല മെറ്റീരിയലാണ്. മോസ്റ്റ്ലി ഇപ്പോൾ എല്ലാ ഫോണുകളിലും വരുന്നതാണ് ലൈക്ക് ഇങ്ങനത്തെ ഒരു കേസ് മാൻഡേറ്ററി ആയിട്ട് അതിൻ്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്യണം. പക്ഷേ ഇത് കുറച്ചുകൂടി നല്ലൊരു ക്വാളിറ്റി ഉള്ളതാണ്. നമുക്ക് ഇനി അത് ഇടാം. ഓക്കെ ഗൈസ്, ഞങ്ങളിതിന് മുന്നേ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിൻ്റെ ഒരു റിവ്യൂ ചെയ്തായിരുന്നു. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആണെന്ന് തോന്നുന്നു. കാരണം ഏകദേശം 200 ഗ്രാം തികച്ചില്ല, അതായത് 189 ഗ്രാംസ് അത്രയും കണ്ടുള്ളൂ ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. സോ ആൻഡ് കയ്യിൽ നമ്മൾ ആദ്യമായിട്ട് പിടിക്കുമ്പോൾ എന്താ പറയുക, ഒരു ചെറിയ ഫോൺ പിടിക്കുന്നത്, പക്ഷേ ഫോൺ സൈസും വലുതാണ്, പക്ഷേ നമുക്ക് ആ ഒരു ചെറിയ ഫോൺ പിടിക്കുന്ന പോലെ ഹാൻഡി ആയിട്ട് തോന്നുന്നുണ്ട്. ഒട്ടും വെയിറ്റ് ഇല്ല ആ ഫോണിന്, നല്ലതാണ്. ബിൽഡ് ക്വാളിറ്റി പിന്നെ പറയാനുള്ളത് ഒന്നും പറയാനില്ല. വൺ പ്ലസിൻ്റെ എല്ലാ മോഡലുകളും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി നമുക്കറിയാം. ആ ഒരു ഗ്ലോസി ഫിനിഷ് കാണുമ്പോൾ തന്നെ അറിയാം. ബാക്കിൽ ഗ്ലാസ് ആണ്. ഇത്രയൊക്കെയാണ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുന്നത്. ബാക്കിയെല്ലാം രീതിയിൽ നൈസാണ്. സൈഡിൽ നമ്മുടെ പവർ ബട്ടൺ ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ വോളിയം റോക്കിംഗ് ബട്ടൺ ഉണ്ട്. താഴോട്ട് പോകുമ്പോൾ നമ്മുടെ ചാർജർ പോർട്ട് ഉണ്ട്, പിന്നെ ഒരു സ്പീക്കർ ഉണ്ട്, പിന്നെ മൈക്ക് ഉണ്ട്. പിന്നെ താഴെയാണ് ഇതിൻ്റെ സിം ട്രേ വന്നേക്കുന്നത്. സിം എജക്ഷൻ ടൂൾ വെച്ച് നമുക്ക് ഇവിടെ നിന്ന് എജക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിം ട്രേ താഴെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. മുകളിലൊരു എന്താ പറയുക മൈക്കിൻ്റെ പോർട്ട് ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ മോഡലിനും കമ്പനി 3.5mm ഹെഡ്സെറ്റ് ജാക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഒന്നിലേക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കൺവേർട്ടർ ഉണ്ട്. അതല്ലാന്നൊരു 3 ടൈപ്പ് പോർട്ട് തന്നെയുള്ള നമുക്ക് ഹെഡ്സെറ്റുകൾ വാങ്ങാൻ കിട്ടും. സോ അതൊരു ഡ്രോബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. സോ മോസ്റ്റ്ലി വൺ പ്ലസ് യൂസേഴ്സിനാണെങ്കിൽ അതൊരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ റൈറ്റ്. ബാക്കി അതായത് ഡെഡിക്കേറ്റഡ് 3.5mm ഹെഡ്സെറ്റ് ജാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല കമ്പനി. സോ നമുക്ക് നമ്മുടെ ഫോൺ ഒന്ന് ഓൺ ആക്കി നോക്കാം. സോ നമ്മൾ ബാക്ക് കവർ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആ ഒരു പ്രീമിയം ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ബ്ലൂ കളർ ഇതിട്ട് കഴിയുമ്പോൾ ഒരു പ്രീമിയം ലുക്കൊക്കെ ഉണ്ട്. അത് ഓൺ ആക്കി നോക്കാം. സോ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 6.43 ഇഞ്ചിൻ്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സോ അത്രയും വലിയ സ്ക്രീനാണ്. അതുപോലെ തന്നെ 1080x2400 പിക്സൽസ് ആണ് എന്താ പറയുക ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ കണ്ടോ, ഈ ഒരു ആനിമേഷൻ കാര്യങ്ങൾ നല്ലൊരു സൂപ്പർ ഡിസ്പ്ലേ ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല സ്മൂത്താണ്. നമുക്ക് റിയൽ ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും. കളർ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പക്കയാണ്.
സോ ഇതൊക്കെയാണ് ഡിസ്പ്ലേനെ കുറിച്ച് മെയിൻലി പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യേകം പറയാനുള്ളത് റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ 90 Hz ആണ് നമ്മുടെ OnePlus Note 2ന്റെ. അത് നമുക്ക് 60 Hzനും 90 Hzനും ഇടയിൽ നമുക്ക് വേരി ചെയ്യാനുള്ള ഓപ്ഷനും ഫോണിൽ കണ്ട്. കാരണം 90 Hz റിഫ്രഷ് റേറ്റ് എന്ന് പറയുമ്പോൾ ബാറ്ററി കൺസംഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലായിരിക്കും കമ്പയർ ടു 60 Hz. സോ നമുക്ക് നോർമൽ 90 Hz അത്ര റിഫ്രഷ് റേറ്റ് ഒന്നും ആവശ്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അത് 60 Hz ആയിട്ട് മാറ്റിയിടാൻ പറ്റും. സോ നോർമൽ എല്ലാ ഫോണുകളുടെയും ആ ഒരു ഇത് കിട്ടും. പിന്നെ സ്പെസിഫിക്കേഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊസസ്സർ എന്ന് പറയുന്നത് അതാണ് മെയിൻ തിങ് എന്ന് പറയുന്നത്. MediaTekന്റെ Dimensity 1200 AI ഒക്ടാ-കോർ പ്രൊസസ്സറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. Dimensity പ്രൊസസ്സറുകളുടെ സവിശേഷതയായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊസസ്സറുകളുടെ നോർമൽ പ്രൊസസ്സറുകൾ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ Dimensity പ്രൊസസ്സറുകൾ ഡബിൾ പവർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് പ്രോസസ്സിംഗ് സ്പീഡ് ആയിക്കോട്ടെ, ഫോൺ നല്ല സ്പീഡായിരിക്കും, കാര്യങ്ങളായിരിക്കും. സോ അത്രയും നല്ലതായിരിക്കും പറയുന്നത്. പിന്നെ നമ്മുടെ ഈ വേരിയൻറ്റ് നമ്മൾ വാങ്ങിയത് 8GB 120GB റോമിൻ്റെ വേരിയൻ്റ് ആണ്. സോ 6GB വേരിയൻറ്റ് അവൈലബിൾ ആണ്, 8GB 128 വേരിയൻറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 12GB 256GBയുടെ വേരിയൻറ്റ് അവൈലബിൾ ആണ്. സോ ഈ വേരിയൻറ്റ് എന്ന് പറയുന്നത് 8GB 120GB വേരിയൻ്റ് ആണ്. ഓക്സിജൻ OS വേർഷൻ 11.3 അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് വേർഷൻ 11 സോ നമുക്കറിയാം ആൻഡ്രോയിഡ് വേർഷൻ ഓൾറെഡി 12 ഇറങ്ങിയിട്ടുണ്ട്. സോ ഫോണിൽ ഇനി ഫർദർ അപ്ഡേറ്റ്സ് വന്നു കഴിയുമ്പോൾ ആൻഡ്രോയിഡ് നമുക്ക് വേർഷൻ 12 നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. സോ അതാണ് സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. നേരത്തെ പറയുന്നത് 120GB ഇൻബിൽട്ട് മെമ്മറി സ്റ്റോറേജ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ എല്ലാം നല്ല ബട്ടറി സ്മൂത്ത് എന്നൊക്കെ പറയുന്നതാണ്. ലൈക്ക് നമുക്ക് ഒരു ഇപ്പോൾ തന്നെ മൂവി നമ്മൾ സെറ്റിംഗ്സിലൂടെയൊക്കെ പോകുകയാണെങ്കിലും നമ്മൾ ജസ്റ്റ് കൈ ഒന്ന് ഓടിച്ച് കണ്ടോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് നമ്മുടെ OnePlusന്റെ ഒരു പ്രത്യേകതയാണ്. OnePlus ഫോണുകളിൽ വന്നാണ് ഈ സൈഡിലുള്ള ഒരു ടോഗിൾ സ്വിച്ച് എന്ന് പറയുന്നത്. ഒരു 3 സ്റ്റെപ്സ് ടോഗിൾ സ്വിച്ച് ഉണ്ട് നമ്മുടെ OnePlusന്റെ എല്ലാം. എന്ന് പറയുന്നത് പവർ ബട്ടൺ അല്ലാണ്ട് എക്സ്ട്രാ സ്വിച്ച് ആണ്. ഇത് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ ഫോണിൻ്റെ ഓരോ മോഡുകൾ സെറ്റ് ചെയ്യണം. അതായത് സൈലന്റ് മോഡ്, വൈബ്രേഷൻ മോഡ്, റിംഗ് മോഡിലേക്കാണ്. ഇപ്പോൾ ഏറ്റവും താഴത്തെ മോഡിൽ നിന്ന് ഇപ്പോൾ നമുക്ക് നടുക്കോട്ട് ഇട്ട് കഴിഞ്ഞാൽ മോഡ് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ മോഡായി. സോ നിങ്ങൾക്കിവിടെ കാണാം വൈബ്രേഷൻ എന്നാവും അപ്ഡേറ്റ് ആവും. പിന്നെ അതിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ സൈലന്റ് മോഡാവും. ഏറ്റവും താഴെ എന്ന് പറഞ്ഞാൽ നോർമൽ റിംഗ് മോഡാണ്. സോ അത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മെയിനായിട്ട് നമുക്ക് ഇനി പറയാനുള്ളത് നമ്മുടെ ക്യാമറയെ കുറിച്ചാണ്. ഒരു ട്രിപ്പിൾ ക്യാമറ അറേയാണ് OnePlus Note 2 കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ട്രിപ്പിൾ ക്യാമറ അറേയാണ്. സോ മെയിൻ ക്യാമറ എന്ന് പറഞ്ഞാൽ 50 മെഗാ മെയിൻ ഷൂട്ടർ ക്യാമറയാണ്. അതിനുശേഷം ഒരു വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ട് 8 മെഗാ പിന്നെ ഒരു 2 മെഗാ മോണോ ലെൻസ് ഉണ്ട് ഇതാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഫ്ലാഷ് ഉണ്ട്. സോ ഇതാണ് ഈ ഒരു അറേയിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ക്യാമറയുടെ ഇമേജ് സെൻസർ എന്ന് പറയുന്നത് സോണിയുടെ ഇമേജ് സെൻസറാണ്. കാരണം നമുക്ക് സോണി അറിയാം ഏറ്റവും വലിയൊരു നല്ലൊരു ഇമേജ് ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഡെലിവറി ചെയ്യുന്ന ഒരു ക്യാമറകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. സോ അവരുടെ ഇമേജ് സെൻസറാണ് കമ്പനി ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ക്വാളിറ്റി നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 32 മെഗാ സെൽഫി ഷൂട്ടിംഗ് ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സെൽഫീസും പക്ക ക്വാളിറ്റി ആയിരിക്കും. അതും സോണി ഇമേജ് സെൻസർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഈ ചാർജ് ചെയ്യാൻ നോക്കാം. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഡ് വയർ ക്ലബ്ബ് അതനുസരിച്ച് റെഡ് വയറാണ് ഇത്തവണയും പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നമ്മുടെ ബാറ്ററിയുടെ ചാർജറായിട്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ 65 വാട്ടിൻ്റെ വാപ്പ് ചാർജിങ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഫാസ്റ്റ് ചാർജിന് മുകളിലാണ് വാപ്പ് ചാർജ് എന്ന് പറയുന്നത്. കമ്പനി പറയുന്നത് 0 to 100% ആവാൻ 30 മിനിറ്റ്സ് മതി എന്നാണ്. ഒരു 30 മിനിറ്റ് നമുക്ക് 100%ലേക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന വാപ്പ് ചാർജറാണ് കമ്പനി ഇതിലൂടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യാനായിട്ട് നോക്കാം. നമ്മുടെ വാപ്പ് ചാർജർ ഓക്കെ. പിന്നെ സെൻസറുകളെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ നോർമലി എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ഇപ്പോൾ വരുന്ന സെൻസറുകൾ തന്നെ ഗൈറോസ്കോപ്പ്, ആക്സിലറോമീറ്റർ, മാഗ്നറ്റിക് സെൻസർ, അത് അങ്ങനെ സെൻസറുകളുണ്ട്. പിന്നെ സവിശേഷമായിട്ട് എടുത്ത് പറയാനുള്ളത് നമ്മുടെ എന്താ പറയുക ഓൺ സ്ക്രീനാണ് എൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ. അതായത് വേറെ സൈഡുകളിലെ ബട്ടണിലോ ബാക്കിലോ അല്ല ഫിംഗർ പ്രിൻറ്റ് സെൻസറുകൾ വരുന്നത്. ഓൺ സ്ക്രീനാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എന്ന് പറയുന്നത്. സോ ഇനി ചെയ്യാൻ പോകുന്നത് OnePlus Note 2ൻ്റെ ക്യാമറ ടെസ്റ്റാണ്. സോ നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്യാണ്. സോ നമുക്കിപ്പോൾ ഇവിടെ കാണിച്ചിരുന്ന നമ്മുടെ മെയിൻ ഷൂട്ടിംഗ് ക്യാമറ ഓണാണ്. സോ മെയിൻ ഷൂട്ടിംഗ് ക്യാമറയിൽ നമുക്ക് നോക്കി അറിയാം ഈ ടേർട്ടിൽ വൈൻ്റെ കളറല്ല, കുറച്ചും കൂടി ഒരു കളർ എൻഹാൻസ് ചെയ്തിട്ടൊരു പച്ച കളർ കുറച്ചും കൂടി ഒന്ന് കൂട്ടിയിട്ടുള്ളൊരു ഇതാണ് കിട്ടുന്നത് നമുക്ക് എന്താ പറയുക ഈ മെയിൻ ഷൂട്ടിംഗ് ക്യാമറയിൽ. പിന്നെ നമ്മൾ നേരെ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൾട്രാ വൈഡ് ലെൻസ് എനേബിൾ ആവും. അൾട്രാ വൈഡ് ലെൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 8 മെഗാ അൾട്രാ വൈഡ് ലെൻസ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരു കളർ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഫോട്ടോ ക്വാളിറ്റിയിൽ ചെറിയൊരു മങ്ങലുണ്ട്. പിന്നെ ഒരു ഫിഷ് ഐ എഫക്റ്റും വന്നിട്ടുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ ഇതാണ് നോർമൽ ഷൂട്ടിംഗ്. പിന്നെ 2x സൂം ഉണ്ട്. പിന്നെ അതുപോലെ അടുത്ത് 5x സൂം ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു 5x സൂമിലായാലും ഇമേജ് ക്വാളിറ്റി അല്ലെങ്കിൽ ഇമേജിൻ്റെ ഡാറ്റ കുറച്ചൊക്കെ പോയിട്ടുള്ളൂ, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ മെയിൻ ഷൂട്ടിംഗ് ക്യാമറ 50 മെഗാ ആണ് ക്യാമറ എന്ന് പറഞ്ഞു. 50 മെഗാ ഡീഫോൾട്ടായിട്ട് എനേബിൾഡ് ആയിരിക്കില്ല. എനേബിൾ ആക്കണമെങ്കിൽ നമ്മൾ മുകളിൽ താഴോട്ട് സ്വൈപ്പ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഒരു ബാറുണ്ട്, താഴോട്ട് സ്വൈപ്പ് ചെയ്താൽ ആസ്പെക്ട് റേഷ്യോ നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് 4:3 ആസ്പെക്ട് റേഷ്യോ 1:1 ആണോ, ഫുൾ ഫ്രെയിം ആയിട്ടാണോ കാണേണ്ടത്, ദാറ്റ്സ് ഗുഡ്, 16:9 എന്നുള്ളത്. സോ ടൈമർ സെറ്റ് ചെയ്യാം. നോ ടൈമർ 3 സെക്കൻഡ് 10 സെക്കൻഡ് ടൈമർ സെറ്റ് ചെയ്യാം. അടുത്താണ് 50 മെഗാ സോ 50 മെഗാ ഓൺ ആക്കി കഴിയുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് ശരിക്കും നല്ല ഒരു ഫോട്ടോ എൻഹാൻസ്ഡ് ആയിട്ടുണ്ട്. ഓഫ് ചെയ്ത് കഴിയുമ്പോൾ കണ്ട നോർമൽ ക്വാളിറ്റിനേക്കാളും കളർ ബൂസ്റ്റിങ്ങും കളർ കറക്ഷനും എല്ലാ കാര്യങ്ങളും ക്വാളിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. പിന്നെ അടുത്ത വീഡിയോ മോഡാണ്.
വീഡിയോ മോഡിലേക്ക് ഇത് പോകുമ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ വീഡിയോ മോഡിൽ ഇതുപോലെ തന്നെ റെസൊല്യൂഷൻ നമുക്ക് ചൂസ് ചെയ്യാം. 4K നമുക്ക് വീഡിയോ ഔട്ട് കിട്ടുന്നുണ്ട്. 4K ക്വാളിറ്റി നമ്മൾ നോക്കി കണ്ടോ, സ്വിച്ച് ചെയ്തപ്പോൾ തന്നെ ആ 4K ക്വാളിറ്റി നല്ലോണം ഇതായുണ്ട്. 720p 1080p ഓരോ നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോൾ തന്നെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ഫ്രെയിംസ് നമുക്ക് മാറ്റാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ആസ് എ ഗുഡ് തിങ്. പിന്നെ നമുക്ക് നൈറ്റ് മോഡ് ഫോട്ടോഗ്രാഫിക്കാണെങ്കിൽ നൈറ്റ് മോഡ് ഉണ്ട്. പിന്നെ നമുക്കറിയാവുന്ന പോർട്രേറ്റ് മോഡ്, അതായത് ഒരാ സബ്ജക്റ്റിനെ വെച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റും ഒരു ബോക്കി എഫക്റ്റ് കൊടുക്കുന്ന പോർട്രേറ്റ് മോഡ്. മോറിലേക്ക് പോകണമെങ്കിൽ ഡുവൽ വീഡിയോ സെറ്റപ്പ് ഉണ്ട്. ഡുവൽ വീഡിയോ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വ്ളോഗേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മളെയും കാണാം, എന്താ പറയുക, നമ്മുടെ ഷൂട്ട് ചെയ്യുന്ന സാധനങ്ങളും കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡുവൽ വീഡിയോ മോഡ് ഉണ്ട്. നമുക്ക് അതിൻ്റെ ലേഔട്ടൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ അതിനുശേഷം സ്ലോ മോഷൻ മോഡ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. ടൈം ലാപ്സ് അറിയാം. മൂവി മോഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ലുക്ക് നമുക്ക് വീഡിയോയ്ക്ക് കൊടുക്കാൻ പറ്റും. അവിടെ ഇപ്പോൾ തന്നെ ആ ഒരു പ്രോ ലുക്കായി വീഡിയോയ്ക്ക്. നമുക്ക് സ്റ്റെബിലൈസേഷൻ ഓൺ ഓഫ് ആക്കാം, ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കാം, പിന്നെ EV AF വൈറ്റ് ബാലൻസ്, ഷട്ടർ സ്പീഡ് ISO ഒക്കെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് സെറ്റപ്പാണ്. സോ അതാണ് മൂവി മോഡ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ വീഡിയോഗ്രാഫി ഒക്കെ വളരെ ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ, എസ്പെഷ്യലി യൂട്യൂബേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഷൂട്ട് ചെയ്താൽ പക്ക ക്വാളിറ്റി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഒക്കെയാണ് ബാക്കി എക്സ്പേർട്ട് മോഡ്, പാനോറമിക് മോഡ്, അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതാണ് 32 മെഗാ പിക്സലിൻ്റെ എന്താ പറയുക സെൽഫി ക്യാമറ എന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മെയിൻ കാരണം സൂപ്പർ AMOLED ഡിസ്പ്ലേ എങ്ങനെയുണ്ടെന്ന് കാണാനും, പിന്നെ ഇതിന് താഴെ ഒരു സ്പീക്കർ വന്നിട്ടുണ്ട്. ഇതാണ് അതിലാകെയുള്ള ഒരു സ്പീക്കർ എന്ന് പറയുന്നത് ഈ ഫോണിൽ. സോ ഇതിൻ്റെ സൗണ്ട് പ്രൊഡക്ഷൻ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിനായിട്ട് വീഡിയോ സോ ഇതെന്ന് പറഞ്ഞാൽ 8K വീഡിയോ ആണ്. ഫോൺ സപ്പോർട്ട് ചെയ്യുന്ന മാക്സിമം റെസൊല്യൂഷൻ 4K ക്വാളിറ്റിയിലാണ്. സോ അതുകൊണ്ട് ഞങ്ങൾ 4K മാക്സിമത്തിലിട്ടാണ് ഞങ്ങൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. പ്ലേ ചെയ്യാം. സൗണ്ട് ക്വാളിറ്റി കേട്ടോ, ഇത്രയും സൗണ്ട് ഉണ്ട് മാക്സിമം ക്വാളിറ്റിയിൽ. ഈ ഒറ്റ സ്പീക്കറിൽ നിന്നാണ് കേട്ടോ ഈ വന്നത്. ക്വാളിറ്റി നിങ്ങൾക്കിപ്പോൾ കണ്ട മനസ്സിലാവും, ആ ഒരു ഇമേജ് ക്വാളിറ്റി ആൻഡ് ആ ഒറ്റ സ്പീക്കറിൽ നിന്ന് തന്നെ ഓഡിയോ ആണ് കേൾക്കുന്നത്. സോ അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് ഞാനും അനുവും വരുന്നതായിരിക്കും. ടിൽ ദെൻ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ലെറ്റ്സ് ഫൈറ്റ് ഫോർ